ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു നാടൻ പലഹാരം ഉണ്ടാക്കുന്നതാണ് നോക്കുന്നത്. കുമ്പിള് അല്ലെങ്കിൽ എടനയപ്പം എന്നൊക്കെ പറയും. ഇത് എടനയില വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. എടനയില നമുക്കില്ലെങ്കിൽ നമുക്ക് വാഴയില വേണേലും യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലത് ആ എടനയില യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ എടനയില തന്നെ ഉപയോഗിക്കണം. ഇതാണ് എടനയിലയാണെങ്കിൽ നന്നായിട്ട് കഴുകി തുടച്ച് നമ്മൾ. അതുപോലെ തന്നെ നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് ചക്കപ്പഴമാണ് യൂസ് ചെയ്യുന്നത്. ചക്കപ്പഴം ഇപ്പം നമ്മൾ ചക്കപ്പഴത്തിൻ്റെ ഒരു സീസൺ അല്ലാത്ത കൊണ്ട് അതിന് പകരം നമുക്ക് പഴം ഉപയോഗിച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതൊരു 5 പഴം മിക്സിയിൽ അരച്ചെടുത്തതാണ്. അതുപോലെ തന്നെ ഇതിന് വേണ്ട വേറെ ഐറ്റംസ്: റവ 250 ഗ്രാം, അതുപോലെ തന്നെ തേങ്ങ 1 മുറി തേങ്ങ, അതുപോലെ തന്നെ ഏലക്ക പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ, അതുപോലെ തന്നെ ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, പിന്നെ പഞ്ചസാര ഞാൻ 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ അതുപോലെ മധുരം കൂടുതലോ കുറവോ അതനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ചേർക്കുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഒരു നുള്ള് ഉപ്പ്. ഇത്ര സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടത്. നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. തേങ്ങ, പഞ്ചസാര, അതുപോലെ തന്നെ നമ്മുടെ ആ ഏലക്ക പൊടിച്ചത്, ജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പ്. ഒരു നുള്ളുപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല കട്ടിയായിട്ടാണ് മാവിരിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഈ അടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടെക്സ്ചറിലാണ് ഇത് വരേണ്ടത്. ഇത് കുഴയ്ക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിത് ഇല എടുത്തിട്ട് അതിൽ ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ കുമ്പിളപ്പം മുഴുവൻ റെഡിയാക്കി. ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ വേവിച്ചെടുക്കാം. നമുക്കിനി ഇത് ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇഡ്ഡലി തട്ടിൽ ഇത് വെച്ച് ഒരു അരമണിക്കൂർ വേവിച്ചാൽ മതി. അപ്പോഴത്തേക്കും ഇത് റെഡിയാവും. ഇങ്ങനെ അടച്ച് ഒരു അരമണിക്കൂർ നമുക്ക് വേവിച്ചെടുക്കാം ഇത്. അങ്ങനെ നമ്മുടെ കുമ്പിളപ്പം റെഡിയായി. ഇത് മുതിർന്നവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.